ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അരിയിലൊക്കെ ഇതുപോലെ നിറയെ കുത്തം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അതെ, കണ്ടില്ലേ, ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിയിൽ നിറയെ കുത്തനുണ്ട്. നമ്മൾ ഒരു മാസം ഇങ്ങനെ വീട് പൂട്ടി നാട്ടിൽ പോയ സമയത്ത് വന്നതാണ് ഇത്രയധികം കുത്തൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും വെയിലില്ലാത്ത ഒരു സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ തുണി വിരിച്ചിട്ട് അരി മുഴുവനായിട്ട് അതിലോട്ടിട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ ടെറസിലിടണമെന്നില്ല, ഞാനിവിടെ ടെറസിലാണ് ചെയ്യുന്നത്. നിങ്ങൾ മുറ്റത്തിങ്ങനെ ഒരു പായയിലോ നല്ല വൃത്തിയുള്ള തുണിയിലോ വിരിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴേക്കും കണ്ടില്ലേ അതിൽ നിന്നെല്ലാം കുത്തനും അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. ഒരു 2 മണിക്കൂർ കൊണ്ട് മുഴുവൻ കുത്തനും എനിക്ക് ഇതിൽ നിന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരുപാടുള്ളതുകൊണ്ടാണ്, വളരെ കുറച്ചാ ഉള്ളൂ എങ്കിൽ കുത്തനൊക്കെ ഉള്ളൂ എങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ മുഴുവൻ അങ്ങ് അതിൽ നിന്നങ്ങ് മാറിപ്പോയിക്കോളും കേട്ടോ. പിന്നെ കുത്തനൊക്കെ പോയ ശേഷം നമ്മൾ ഈ അരി കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്ന സമയത്തുണ്ടല്ലോ, അതിലോട്ടേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നീട് കുറേ നാളത്തേക്ക് കുത്തൻ്റെ ശല്യവും കുത്തനോ മറ്റു പുഴുക്കളൊന്നും അതിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള അരി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അരിയൊക്കെ വാങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ വേപ്പില ഇട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോയിക്കണേ. ബായ്.